MP എന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിളിക്കുന്ന ഡോക്ടർ MP പരമേശ്വരൻ, ആണവശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാക്ഷരതാ പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ MP-യെ അടയാളപ്പെടുത്താമെങ്കിലും MP-യെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനാക്കുന്നത് ഒടുങ്ങാത്ത ശുഭപ്രതീക്ഷകളുടെ ഉറവിടം എന്ന നിലയ്ക്കാണ്. 1935 ജനുവരി 18-നാണ് MP-യുടെ ജനനം. ഇപ്പോൾ 90 വയസ്സായി. 2022 കേരള സർക്കാർ കേരളശ്രീ ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 40-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2017 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. MP-യുടെ ആത്മകഥയാണ് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്നുള്ളത്. ഇനി MP-യോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി BARC-ന്ന് MP രാജിവെച്ചുല്ലോ, എന്നിട്ടാണല്ലോ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. അതിനിടയായ സാഹചര്യം എന്തായിരുന്നു? രാജിവെക്കാൻ കാരണം ഒന്ന്, അച്ഛനയുടെ ഭാവി പറ്റിയിരിക്കുന്ന സംശയം തുടങ്ങി. സംശയം ഏതാണ്ട് തീരുമാനം മനസ്സിലായി. അതിന് ഭാവി ഇല്ലാതെ ഭാവി ഉണ്ടാകരുതെന്ന് ഒന്നത്. രണ്ട്, എനിക്ക് താല്പര്യമുള്ള, ഞാൻ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ സമ്പ്രദായം താരാൻ പോകാന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടല്ലോ. ഇത്രയും താമസം പിടിച്ച് ആണ് ഞാൻ അനുഭവപ്പെട്ട 1998 1970s 80s അതുകൂടി താമസിച്ചു നോക്കാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇവിടെ താല്പര്യമുണ്ട്, ഇവിടെ ആവശ്യക്കാരുണ്ട്. എനിക്ക് എൻ്റെ കഴിവില്ല. എൻ്റെ കഴിവ് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുകയാണ്. അത് ഞാൻ മോസ്കോന്ന് വരുമ്പോൾ തന്നെ ഒരു കാര്യം തീർച്ചയായിരുന്നു. മോസ്കോയിലെ ജനങ്ങളുടെ ഉന്നതിക്ക് കാരണം അവരുടെ ജനങ്ങളുടെ ശാസ്ത്രത്തിലുള്ള അറിവാണ്. ശാസ്ത്രത്തിലുള്ള അറിവെന്ന് പറഞ്ഞാൽ സാക്ഷരത വേണം. ഒരു സമൂഹത്തിന് സാക്ഷരത, റിസോഴ്സ് സാക്ഷരത, സയൻസ് സാക്ഷരത ഒക്കെ ഉണ്ടാവണം. എന്നാലേ അതിന് വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ വളർന്നുള്ളത്. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയോടൊപ്പം അദ്ദേഹത്തിന് വളർന്നുവെച്ചാൽ വേഗത്തിൽ വളർന്നുവെച്ചാൽ ജനങ്ങൾക്ക് സയൻസ് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമ്പോൾ ഒരു ജോലി ഏറ്റെടുക്കാൻ ഞങ്ങളവിടെ കൂടിയിട്ട്, അവിടുത്തെ സ്റ്റുഡൻസ് കൂടിയിട്ട് എന്താണ് നമ്മൾ തിരിച്ചു പോയാൽ ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ ഭാഷകളിലുള്ള സയൻസ് ലിറ്ററേച്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഒരാൾ പറഞ്ഞു അയാൾ റഷ്യൻ ഭാഷയിലുള്ള നല്ല ബുക്കുകളൊക്കെ ഒന്ന് കേൾക്കാം. രണ്ടാമത്തെ ആൾ സഹായിച്ചില്ല. ഞാൻ ഇവിടെ വന്നിട്ട് സയൻസ് ലിറ്ററേച്ചർ ഇന്ത്യൻ ഭാഷകളിൽ വളർത്താനായിട്ട് ഒരു ശ്രമം നടത്തി. ആ ശ്രമമാണ് ഫിൽസാറിൻ്റെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സയൻസ് അസോസിയേഷൻ എന്ന് വെച്ച് ഒരു സാധനം ഉണ്ടാക്കി. അതിൽ ഇംഗ്ലീഷ് പുറമെ ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, മറാഠി 4 ഭാഷകളിലും, പിന്നെ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലും, തമിഴും കന്നഡ, കേരള 4 ഭാഷകൾ, അങ്ങനെ 8 ഭാഷകളിലുള്ള ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് അവരുടെ മലയാളം അതായത് ഭാഷകൾ എഴുതുമെന്ന് തുടങ്ങി പ്രേരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സോമയ്യ പബ്ലിക്കേഷൻസ് ഒരു ഗ്രൂപ്പ് 3-4 പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതൊരിക്കട്ടെ. അതിൻ്റെ ഇടയിലാണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനായിട്ടുള്ള? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലാണ്. പിന്നെ ഫിൽസ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേന്ദ്രത്തിൽ ഒരു നോൺ ഹിന്ദി വിദ്യാഭ്യാസം പറഞ്ഞു. അദ്ദേഹം എല്ലാ ഭാഷകൾക്കും ശാസ്ത്ര പഠനത്തിന് 1 കോടി രൂപ വീതം. അതിൻ്റെ അതിൽ കേരള ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ താങ്കളെ ഒന്ന് ചെയ്താൽ സന്തോഷമായിട്ട് പറഞ്ഞിട്ട് ഞാനത് നിങ്ങൾ ആവശ്യപ്പെടാതെ ഞാൻ വരാൻ പറഞ്ഞു. അവർ ആവശ്യപ്പെട്ടു. 2 ആഴ്ച കൊണ്ട് എന്നെ റിലീവ് ചെയ്തോളെ.
കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ സാമാന്യം ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ. BRC-യിൽ BRC-യിലെ അസോസിയേഷൻ ഓഫീസ് തുടങ്ങി. ബാബ സെൻറ്റർ ഓഫീസ്. അത് അവർ ശമ്പള കൂടുതലല്ല, അർത്ഥ ഗവേഷണം നടത്തുന്നതിനാണ് മുൻകൂർ കൊടുത്തത്. അപ്പോൾ അർത്ഥ ഗവേഷണ ടോമെ കിട്ടുന്നുണ്ട്. അതിന് വലിയ ഡയറക്ടർമാരൊക്കെ ഉള്ളൂ. അതിന് അസോസിയേഷൻ്റെ ഒരു മെമ്പർ വേണം പറഞ്ഞു. അതൊന്നും മനസ്സില്ല അവർ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിനു വേണ്ടി ശല്യപ്പെടുത്തപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 2 ദിവസം 3-4 ദിവസം കൊണ്ട് എൻ്റെ പേപ്പേഴ്സ് തയ്യാറാക്കി റെഡിയാക്കി അയച്ചു. അങ്ങനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പിന്നെ 3 കൊല്ലം 4 കൊല്ലം അവിടെ ഉണ്ടായി. 4 കൊല്ലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ച് സാങ്കേതിക പദങ്ങൾ മലയാളത്തിലാക്കലായിരുന്നു അത് ആദ്യത്തെ പണിയാണ്. അത് ഞാൻ ആദ്യമേ മോസ്കോയ്ക്ക് പോണ സമയത്ത് തന്നെ ഒരു പാരിഭാഷിക ശബ്ദ കോശത്തിലൊക്കെ സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റ് ഓപ്പറേഷനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ശബ്ദകോശം ഉണ്ടായിരുന്നു. അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷൊക്കെ അറിയുമ്പോൾ എടുത്തിട്ട് അതിൻ്റെ മലയാളത്തിന് ഹിന്ദിക്ക് പകരം മലയാളമാക്കുക. അങ്ങനെ കുറേ പദങ്ങൾ ഞാൻ ചെയ്തിരുന്നു. ആ പദങ്ങളൊക്കെ പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ ഉപയോഗിച്ചു. അതിൽ കുറേ എണ്ണം ബാത്റൂമിൽ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്ത 2 പുസ്തകങ്ങൾ, ഒന്ന് വിജ്ഞാന ശബ്ദാവലി, മറ്റൊന്ന് മറ്റേ സോഷ്യൽ സയൻസിൻ്റെ ശബ്ദാവലിയാണ്. പേര് ഓർമ്മയില്ല. സാമൂഹ്യശാസ്ത്ര ശബ്ദാവലിയാണ്. അത് പിന്നെ 10-400 പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. ചീഫ് എഡിറ്ററിലേക്ക് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എല്ലാം നോക്കല്. ശരി. ഈ പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണോ ഈ സാക്ഷരതയുടെ ഒരു പ്രോജക്റ്റുമായിട്ട്? സാക്ഷരത അപ്പം ആയിട്ടില്ല. സാക്ഷരത പ്രോജക്റ്റ് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് NEP ആയിട്ട് പ്രധാനം വന്നപ്പോൾ അവരാണ് സാക്ഷരതയ്ക്ക് ആദ്യം ഫണ്ട് ചെയ്തപ്പോൾ ആ ഫണ്ടിങ്ങിൻ്റെ തെറ്റായ വ്യവസ്ഥകൾ അതിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ ശമ്പളം കൊടുത്തിട്ടാണ്. അത് ശമ്പളം കൊടുക്കുമ്പോൾ ശമ്പളം മാത്രം മേടിക്കും, കാര്യം നടക്കില്ല. അങ്ങനെ ഇപ്പോൾ അത് നടക്കില്ല പറയും. താല്പര്യമുള്ള ആൾക്കാർ പഠിപ്പിച്ചിട്ട് എന്നിട്ട് വളരെ ടീച്ചേഴ്സിനെ പറ്റില്ല. ആ ആശയമാണ് പിന്നെ വന്ന് ഇതായത് കയറി പിടിക്കുന്നത്. ഈ സാക്ഷരത കേരളത്തിൽ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ സാക്ഷരത നടത്തിയല്ലോ, ലിറ്ററസി മൂവ്മെന്റ്. അത് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. ഒരേ സമയത്താണോ? കേരളത്തിൽ സാക്ഷരത 1988 അവസാനമാണ് തുടങ്ങിയത്. 89 എറണാകുളം, 90 ഓൾ കേരള ആളൊക്കെയായി. അതിൻ്റെ ഇടയിൽ അതിന് ഉത്സാഹം കൊണ്ടിട്ട് ഞാൻ അന്ന് സെൻട്രൽ കമ്മിറ്റി ഉണ്ടല്ലോ അതിൻ്റെ സാക്ഷരതയുടെ, അതിന് മെമ്പറായിരുന്നു. കമ്മിറ്റി മെമ്പറായിരുന്നു. നാഷണൽ ലിറ്ററസി മിഷൻ്റെ അന്നത്തെ എഡ്യൂക്കേഷൻ സെക്രട്ടറി അനിൽ ബോഡിയ പരിഷത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ പരിഷത്ത് എടുക്കുകയാണ് വെച്ചാൽ എന്ത് കാണിച്ചത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് എറണാകുളത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ചെന്ന് 60 ലക്ഷം രൂപ വന്നു. അത് എല്ലാവരും ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഒരു പ്രൈവറ്റ് സംഘടനയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളം ടോട്ടൽ ലിറ്ററസി മിഷൻ ഉണ്ടാക്കി. ലിറ്ററസി മിഷൻ്റെ ആയപ്പോൾ പിന്നെ ലിറ്ററസി മിഷനായി. കേരള ലിറ്ററസി മിഷനായി. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിന് പുറത്ത്, അതിനിടയ്ക്കാണ് അതിനിടയ്ക്ക് കേരളത്തിൽ 89 ആയപ്പോഴേക്കും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ കർണാടകത്തിലും പിന്നെ മധ്യപ്രദേശിലും ബംഗാളിലൊക്കെ ഓരോ ജില്ലാ സാക്ഷരതാ സമിതികൾ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ആ ജില്ലാ സാക്ഷരതാ സമിതി ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്
മുംബൈയിൽ നിന്ന്. അതാണോ പിന്നെ ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിലേക്ക് എത്തി? നെറ്റ്വർക്കായിട്ട് 1988 ആണ് നെറ്റ്വർക്കായിട്ട് വന്നത്. നെറ്റ്വർക്കിലെയൊക്കെ പ്രവർത്തകരായിരുന്നു ഓരോ സംസ്ഥാനത്തിൻ്റെയും നേതൃത്വം കൊടുത്തത്. ഈ ബാലസ്വർഗം ചിൽഡ്രൻസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം 6ാമത് ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് കോൺഗ്രസ്സിൽ MP അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കണ്ടന്റ്? ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള വിദ്യാഭ്യാസം, ആവശ്യമുള്ള ഇമോഷണൽ ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ശാരീരികമായും ഭൗതികമായും മാനസികമായുള്ള ആരോഗ്യം കൊടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗ്ഗമായി. അതിന് ഉള്ള മാർഗമായിട്ടാണ് കൊടുത്തിരുന്നത്. അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന പ്രവർത്തനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 5000 കുട്ടികളുണ്ട് നോക്കിയാൽ 5000 കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചാൽ 30 ഏക്കർ 40 ഏക്കർ സ്ഥലം വേണമെങ്കിൽ ആ സ്ഥലം സ്കൂളുകൾ കുട്ടികൾക്ക് കൊടുക്കും. അവിടെ അധ്യാപകരും ഇവരും കൂടി ഉണ്ടായിട്ട് ആ കൃഷി കൂടെ തന്നെ പഠിക്കണം. കൃഷി കൂടെ തന്നെ ബോട്ടണി ബയോളജി ഒക്കെ പഠിക്കാം. അതോടൊപ്പം തന്നെ ഭക്ഷണം ഉണ്ടാകാം. അങ്ങനെ കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് നടന്നില്ല. അങ്ങനെ ആ കൺസെപ്റ്റ് ആയിരുന്നു. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഞാൻ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരുമ്പോൾ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം ഒറ്റയ്ക്ക് തീർക്കില്ല. അപ്പോൾ മലയാളത്തിൽ പ്രസ്ഥാനം വേണം. മലയാളത്തിലും മറാഠിയിൽ പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. മറാഠി ഞാൻ അവിടെയാണെന്ന് ബോംബെയിലാണെന്നുള്ളൂ. മലയാളം എൻ്റെ ഭാഗമാണ്. മലയാളത്തിൽ പ്രസ്ഥാനം ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ മംഗളൂരിൻ്റെ മാനേജറായിരുന്നതാണ്. ഇങ്ങനായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറയും, അങ്ങനെ പ്രസ്ഥാനം ഇപ്പം തന്നെ ഉണ്ടല്ലോ, ശാസ്ത്രസാഹിത്യം എഴുതുന്നുണ്ട് പറഞ്ഞിട്ട്. ഞാൻ 66ലാണ് വന്നത്. 62 പരിഷത്ത് ഇറങ്ങിയിരുന്നു. അന്നൊന്നും എനിക്ക് അറിയൂടായിരുന്നു. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ MN സുബ്രഹ്മണ്യൻ, KG അടിയോടി, ആൾക്കാരെയൊക്കെ പോയി കണ്ടു. അവരെ കണ്ടിട്ട് PT ഭാസ്കര അവരൊക്കെ പോയി കണ്ടു. അതിന് ഭാസ്കര പണിക്കർക്ക് പറഞ്ഞു നമുക്ക് മലയാളത്തിൽ പ്രസിദ്ധീകരണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളത്തിൽ പ്രസിദ്ധീകരണം ആദ്യത്തെ 100 വരിക്കാരുടെ ഇതും ആദ്യത്തെ ലേഖനങ്ങൾ ഞങ്ങൾ ബോംബെ വെച്ചാൽ പറഞ്ഞു. അങ്ങനെ ശാസ്ത്രഗതി വന്നത് 66ലാണ് ശാസ്ത്രഗതി വന്നത്. അന്ന് മുതൽ പരിഷത്തില് സജീവമായിട്ടുണ്ട്. അന്ന് ഒരു പരിഷത്തുണ്ട്. ബോംബെ പരിഷത്തിന്റെ സ്ഥാപക ആണെന്ന് പറയാമോ? ബോംബെ പരിഷത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ ബോംബെയില് മറ്റ് തമിഴ്നാട്ടിലും ഒക്കെ പരിഷത്തുകളുണ്ടായി. തമിഴ്നാട്ടില് ഇതിന്റെ പേര് തമിഴ്നാട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വിജ്ഞാന തമിഴ് വളർച്ചക്കാരൻ എന്ന് പറഞ്ഞിട്ടതാണ്. ഓ ശരി. ആ വിജ്ഞാന തമിഴ് വളർച്ചക്കാരൻ പോരാതായിട്ട് അത് പിന്നെ വിജ്ഞാനത്തിന് അറിവിയലാക്കി. അറിവിയൽ വളർച്ചക്കാരൻ നൽകി. അവർ തമിഴ്നാട് സയൻസ് ഫോറാക്കി. തമിഴ്നാട് സയൻസ് ഫോർ. ഈ പരിഷത്തില് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചത് അടിയന്തരാവസ്ഥ കാലത്തുള്ള പ്രകൃതി ശാസ്ത്രം സമൂഹം എന്ന് പറയുന്ന ക്ലാസ്സുകളായിരുന്നു. ഒരു 12,000 ക്ലാസ് നടത്തിയെന്നാണ് കണക്കുകൾ പറയണേ. അപ്പോൾ അന്നത്തെ ഒരു ആവേശകരമായിട്ടുള്ള അനുഭവം എന്തായിരുന്നു? അന്ന് അതായത് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പൊളിറ്റിക്സ് പറയാൻ പറ്റില്ല. മാർക്സിസം പഠിപ്പിക്കുകയാണ്. മാർക്സിസം പഠിപ്പിക്കാണ്ട് പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ അർത്ഥമില്ല. ഞാൻ അന്ന് ഒരു പുസ്തകം എഴുതുന്നു മലയാളത്തിൽ. ഒന്ന് ധർമ്മപുസ്തകം, ചെറിയ പുസ്തകം, പിന്നെ പുസ്തകം. പക്ഷെ ധർമ്മപുസ്തകം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പഠിക്കാൻ കൂട്ടാക്കില്ല. അതിന് പ്രകൃതിശാസ്ത്ര സമൂഹം എന്നുള്ള പേരിലാക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം തന്നെ കൊടുത്തു. കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ? കുറച്ചും കൂടി ലളിതമാക്കിയില്ല. അങ്ങനെ ആളുകൾക്ക് മനസ്സിലായപ്പോൾ
ഒരുപാട് പേര് ക്ലാസ് എടുക്കാൻ വന്നു. അങ്ങനെയാണ് 3000 ക്ലാസ് പ്ലാൻ ചെയ്തിട്ട് 15,000 എന്താണ് ശാസ്ത്രബോധം? അതെങ്ങനെ യുക്തിവാദത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശാസ്ത്രത്തിന്റെ ഫൗണ്ടിങ് ലക്ഷ്യം തന്നെ ജനങ്ങളിൽ ശാസ്ത്രം വളർത്തുകയും ശാസ്ത്രബോധം വളർത്തുകയും ചെയ്യാനാണ്. ശാസ്ത്രബോധം അതിലുണ്ട്. പക്ഷേ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ആ ഒരു താല്പര്യമുണ്ടായിട്ട് യുക്തിവാദം ഈശ്വരൻ വിശ്വസിയായ അമ്പലങ്ങളിൽ പോയ ശാസ്ത്രബോധം എന്നാണ്. അതുപോലെ അതിനേക്കാളും വളരെ കൂടുതലാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. 1972-73 10ാം വർഷത്തിന് ശേഷം നമ്മൾ കാര്യം തിരിച്ചറിയും. നമ്മൾ 10 കൊല്ലം പണിയെടുത്തില്ലേ, 10 കൊല്ലം പണിയെടുത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പറയാനായിട്ട് 3-4 ദിവസം 5-6 പേരെ കൂടി ഇരുന്ന് വർത്തമാനം പറയും. ഏറ്റവും നിഗമനം എന്താ വെച്ചാൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ശാസ്ത്രം എന്നുള്ളത് അധ്വാനമാണ്, പ്രവർത്തനമാണ്. പ്രവർത്തനമായിട്ട് വന്നു നമ്മൾ വാക്കുകൂടെ ഉള്ളൂ. വാക്കുകൂടെ പറഞ്ഞാൽ മാത്രം ആയ കാര്യമില്ല, പ്രവർത്തനത്തിൽ കൂടെ വേണം. പ്രവർത്തനം എന്നുള്ളത് ബേസിക്കലി കൃഷി പ്രവർത്തനമാണ്, കർഷകമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഗ്രാമങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് ഗ്രാമങ്ങളിലെ ഉൽപ്പാദന പ്രവർത്തനമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഗ്രാമശാസ്ത്ര സമിതി എന്നുള്ള സമിതി ഉണ്ടാക്കുന്നത്. ആ ഗ്രാമശാസ്ത്ര സമിതിയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഉൽപ്പാദന പ്രവർത്തനം മെച്ചപ്പെടുക. മെച്ചപ്പെടുന്നതിന് ആവശ്യമായ സയൻസ് എവിടെ നിന്ന് കിട്ടുക നോക്കുക. അങ്ങനെ ഉൽപ്പാദന പ്രവർത്തനം മെച്ചപ്പെട്ട് കഴിഞ്ഞിട്ട് അതുകൂടെ സയൻസിൻ്റെ ബോധം ഉണ്ടാക്കുക. അത് തന്നെയാണ് എപ്പോഴും വേണ്ടത്. പക്ഷേ ആ ഭാഗം പിന്നീട് സാക്ഷരത വന്നപ്പോഴും ജനകീയാസൂത്രം വന്നു കൊടുക്കുക. നമ്മൾ കൂടുതൽ വർത്തമാനം പറച്ചിലുള്ള കാര്യം വർത്തമാനം പറച്ചിലുള്ള ആ കാര്യമില്ല, പ്രവർത്തനമാണ്. പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനമൊക്കെ അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. 1 പുകയില്ലാത്ത അടുപ്പ്, 2 ബയോഗ്യാസ്, 3 സോളാർ ഇത്, ഇതൊക്കെ പിന്നെ 4 ചെലവ് കുറഞ്ഞ വീടുകൾ. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ ഉപയോഗങ്ങളാണ്. ശരി. അത് കാണിച്ചുകൊണ്ട് ആൾക്കാർക്ക് ബോധ്യം വന്നു. ഈ അച്ഛൻ്റെ വിവാഹം തന്നെ ഒരു ആചാര ലംഘനാണെന്ന് ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആചാര ലംഘനങ്ങളെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു വിപ്ലവ പ്രവർത്തനമായിട്ടാണ് ആത്മഹത്യയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആചാര ലംഘനങ്ങളെയും അതേപോലെ തന്നെയാണോ കാണുന്നത്? ഇപ്പോഴും ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ തന്നെയുള്ളതാണോ? ആചാരങ്ങൾ ലംഘനം അത് ചുമ്മാ തെറ്റ് ലംഘനത്തിന് കൂടെയാണ് തെറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാലിന്യങ്ങളിലൊക്കെ എല്ലാ ആചാരങ്ങളും തെറ്റിച്ചുകൊണ്ടാണ്. അതിനൊന്നും എതിർപ്പുണ്ടായിട്ടുമില്ല. അപ്പോൾ എതിർപ്പിനെ ആകുമ്പോൾ അത് അഭിപ്രായമാണ്. എതിർപ്പില്ലാത്ത തെറ്റുന്നുണ്ട്. പിന്നെ ഇനി ഉണ്ണേട്ടൻ പുതിയതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. urban republic എന്നുള്ള കൺസെപ്റ്റ് ഭാവി സമൂഹത്തിൻ്റെ കൺസെപ്റ്റാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉൽപ്പാദന പ്രവർത്തനമാണ് പ്രധാനം. ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉൽപ്പാദന പ്രവർത്തനങ്ങളല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്. ആ ഗ്രൂപ്പുകൾക്ക് സ്വാശ്രയത്വമുണ്ട്. അങ്ങനെ സ്വാശ്രയ സമൂഹങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരൽ നടക്കില്ല. അത് അങ്ങനത്തെ ഇതില്ലാത്തതുകൊണ്ട്, ഭാവി സമൂഹം എങ്ങനെ ഇരിക്കണമെന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് ആണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ പരാജയപ്പെട്ടതാണ്. എന്ത് പരാജയപ്പെട്ടത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അവർക്ക് ഭാവി
ഭാവിയിൽ ജനാധിപത്യപരമായിട്ട് എങ്ങനെ വളർത്തുന്നതിനെ പറ്റി ധാരണയില്ല. അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടതാണ്. അപ്പോൾ അത് പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഒന്ന് ഒരു ഗ്രൂപ്പ്, ഒരു 10-20,000 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 20,000, 30,000, 40,000 ആകാം. ആ ഗ്രൂപ്പിന് സ്വന്തം ആവശ്യത്തിനുള്ള സഹകരണം ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴേ വന്നുള്ളൂ, മുമ്പ് വന്നില്ല. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ഉണ്ടാക്കാനുള്ള തെളിവുണ്ട്. ആ തെളിവാണ് നമ്മൾ ദാബോൾക്കർ പുസ്തകത്തിലും പിന്നെ കേരളത്തിലെ പുസ്തകത്തിലും. സമൃദ്ധി എല്ലാവർക്കും അത് ദാബോൾക്കറുടെ പുസ്തകം. പിന്നെ ബയോമാസ് ബാങ്കിങ് എന്നുള്ള കേരളത്തിലെ പുസ്തകം. ഇത് 2 3 ഉള്ളത് അല്ലേ? ഓക്കെ.